അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നു, ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം. സുഭാഷിതങ്ങൾ 14:12. മാനുഷികമായിട്ടല്ലേ അവരങ്ങനെ ചെയ്യുന്നല്ലോ, ഇവരിങ്ങനെ ചെയ്യുന്നല്ലോ, ആ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നല്ലോ, ഈ സിസ്റ്റർ ഇങ്ങനെ ചെയ്യുന്നല്ലോ, അല്ലെങ്കിൽ വചനപ്രഘോഷൻ അന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ. അവരും ഇവരും പറയുന്നതല്ല നമ്മൾ കേൾക്കേണ്ടത്. നമ്മൾ കേൾക്കേണ്ടത് സത്യവചനം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്, അതാണ് നമ്മൾ കേൾക്കേണ്ടത്. അവരും ഇവരും അവരുടെ സ്വാർത്ഥതയ്ക്ക് അനുസരിച്ചോ അവരുടെ മോഹങ്ങൾക്കും അവരുടെ വ്യാഖ്യാന ശൈലിക്ക് അനുസരിച്ച് പലതും പറയും. നമുക്ക് പറയാനും വിശ്വസിക്കാനുള്ളത് ദൈവവചനമാണ്. വചനം എന്താണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വചനം മാംസം ധരിക്കുന്ന ഹൃദയങ്ങളിൽ എന്ന് പറയുന്നത്. വചനം മാംസം ധരിക്കുമ്പോൾ ആദ്യം എഴുതിയ സുവിശേഷം മത്തായിയുടെ സുവിശേഷം അല്ല എന്നാണ് സഭാപണ്ഡിതന്മാർ പറയുന്നത്. AD 60-കളിൽ ആദ്യം എഴുതിയ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷമാണ്. മർക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുന്നത് അനുദപിക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ എന്നുള്ള ആഹ്വാനമായിട്ടാണ്. എന്ന് വെച്ചാൽ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തതിന്റെ പരമമായ ലക്ഷ്യം ILTC പാസ്സാകുന്നതോ വിസ കിട്ടുന്നതോ ജോലി കിട്ടുന്നതോ 2 നില വീട് പണിയുന്നതല്ല, മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് എത്തിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. യോഹന്നാൻ 3:16 അവരിൽ വിശ്വസിക്കുന്ന ഒരുവരും പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചത്. നിങ്ങളുടെയും ഒരേ ജീവിത ലക്ഷ്യത്തേക്കാണല്ലോ സ്വർഗത്തിലെത്തിച്ചേരുക. അതുകൊണ്ട് നാം പാപം ചെയ്ത് അകന്നു നോക്കുമ്പോഴും ഈശോ നമ്മെ തേടി തേടി നമ്മളോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുക, നമ്മോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും, ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരുമെന്ന് കരുതി ദൈവം നമ്മോട് കൂടെ യാത്ര ചെയ്യുക. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം, ഈ ശരിയാണെന്ന് തോന്നുന്നത് പലതും മരണത്തിലേക്ക് നയിക്കുന്നവര്. പ്രഭാഷണം 14:12 ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കും.